അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നല്ല ക്വാളിറ്റി ആയിട്ട്, അതായത് മാർക്കറ്റിൽ നമുക്ക് നല്ല വില കിട്ടുന്ന രീതിയിലുള്ള കുരുമുളക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് വീട്ടിൽ, അത് അറുത്തു. അപ്പോൾ ഇത് തലേ ദിവസം അറുത്ത് വെച്ചതാണ് കേട്ടോ. ചവിട്ടാത്തതുകൊണ്ട് നല്ല പഴുത്തു പോയി. കുരുമുളക് അറക്കാൻ ഒരുപാട് വഴുകി. നമുക്കിപ്പോൾ ഉള്ളത് ഈ 2 കഴുങ്ങിൽ, പിന്നെ കുറച്ചൊക്കെ 1-2 റബ്ബറിൽ, പിന്നെ ഒരു മട്ടിയിൽ നിറയെ ഉണ്ടായിരുന്നു. അവിടെ നല്ല കാനലായതുകൊണ്ട് ഈ വർഷം മട്ടിയിൽ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കഴുങ്ങിലാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ തന്നെ അത് അറക്കാമെന്ന് വെച്ചു. കാരണം കൂലിക്ക് ആളെ വെച്ച് നമുക്ക് അറക്കാൻ മാത്രമുള്ള കുരുമുളകൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കഴുങ്ങിലുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ഏണിയുണ്ട്, നല്ലൊരു ഇരുമ്പിൻ്റെ ഏണി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ണൻകുട്ടി ഞാനും കൂടിയൊക്കെ അവിടെ അങ്ങനെയൊക്കെ ഒപ്പിച്ച് നല്ല കഴുങ്ങിൽ നല്ല സ്ട്രോങ് ആക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ, നമ്മൾ ഈ കഴുങ്ങിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് വേണ്ടിയിട്ട് KSBയുടെ ലൈനും ഉണ്ട്. അപ്പോൾ അതാണ് ആകെ പേടി. അപ്പോൾ അതൊരു കയറൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി വെച്ചു. പിന്നെ വേറൊരു കയറെടുത്തിട്ട് ഇപ്പുറത്തൊരു മരത്തിലേക്ക് കെട്ടിയിട്ട് ഞാൻ കയറുകയാണ്. തലേ ദിവസം കണ്ണൻ കയറിയിട്ട് കുറച്ചൊക്കെ അറുത്ത് തന്നു കേട്ടോ. അവൻ ഞാനില്ലാത്ത നേരത്തേക്ക് അവനെ കയറ്റാക്കി പേടിയാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ ശീലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവനോട് പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഞാൻ തന്നെ കയറി അറുക്കുകയാണ് കേട്ടോ. അവൻ കയറിയിട്ട് കുറച്ച് അറുത്തുള്ളൂ. അവിടെയും കൂടി അങ്ങനെ തിരഞ്ഞ് വൃത്തിയായിട്ട് അറുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഇരുട്ടാവാറായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് അവനെ കറക്റ്റ് കണ്ടതുമില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അറക്കണം. അപ്പോൾ അമ്മു അങ്ങനെ അവൾ ഉറങ്ങി നീച്ചിട്ട് അവൾ ഇന്നെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇത് എവിടെ പോയി, അമ്മ ഇപ്പോൾ എവിടെ പോയി, അടുക്കളയിൽ എവിടെ അമ്മയെ കാണാമല്ലോ കൊണ്ട് അവൾ പെര ചുറ്റി വന്നപ്പോൾ ഞാനിതാ അങ്ങോട്ട് കഴുങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുരുമുളകൊക്കെ തിരഞ്ഞു പിടിച്ചൊക്കെ അറുത്തു കേട്ടോ. ഈ വീഡിയോ കണ്ട വീട്ടിലുള്ളവരുണ്ട്, അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കണ്ട ദാസേട്ടനൊന്നും കണ്ട ചീത്ത പറയും. എന്തായാലും പക്ഷെ ഞാൻ അറക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഏട്ടൻ നാട്ടിലുണ്ടാവുകൊണ്ട് ഏട്ടൻ അറുത്തു. അതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ തന്നെ മട്ടിയിലും കഴുങ്ങിലും എല്ലാം ഇതിലൊക്കെ കയറി അറുത്തു കേട്ടോ. കണ്ണുകുട്ടി ഉണ്ടാവുകൊണ്ട് പിന്നെ അവൻ ഏണി ഭയങ്കര വെയിറ്റാണ്. ആ ഏണി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അറ്റം മുകളിലേക്ക് എനിക്ക് എത്തിയില്ല അറക്കാൻ. അതിൻ്റെ എൻഡിൽ നല്ല കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. വേറെ ഈ ഏണിക്ക് ഇരുമ്പിൻ്റെ ഏണിയാണ്, അത് ജോയിൻ്റ് ചെയ്യാനുള്ളൊരു പീസും കൂടി ഉണ്ട്. ജോയിൻ്റ് കൂടി ചെയ്താൽ നമുക്ക് ഒട്ടും വഴങ്ങില്ല, അതിലേക്ക് വെക്കാനുള്ള ആ വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇത് എത്തണ ദൂരം കയറിയിട്ട് അറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി. മുമ്പേക്ക് എനിക്ക് ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ പേടിയുണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ഈ ഒരു ഏണിയിൽ കയറിയിട്ട് എനിക്ക് ശീലമായി. എന്തെങ്കിലും ആവശ്യം ചക്കടാനും അങ്ങനെയൊക്കെ കയറുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടക്കൽ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ഈ ഒരു വേലിയുടെ ഈ എതടാ ഭാഗത്ത് കൂടെ നമ്മുടെ പ്ലാവും അങ്ങനെയുള്ള കഴുങ്ങ് എല്ലാം ഉള്ളത്. അതിൻ്റെ നടുവ് കൂടെ ഒരു KSBയുടെ ലൈനും ഉണ്ട്. അതാണ് ആകെയുള്ളൊരു പേടി. അപ്പോൾ അത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം അടുത്തായിട്ടാണ് ഒരു ഇതുണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുക്കളുടെ ആ ഒരു ഭാഗം ഷീറ്റിന് അവിടെ ആയിട്ടാണ് ഈ ഒരു 2 കഴുങ്ങുള്ളത്. അപ്പോൾ അവിടെ മരങ്ങളൊക്കെ മുറിച്ച കാരണം തന്നെ നല്ല വെയിൽ കിട്ടി ഇപ്രാവശ്യം. ഈ ഒരു കുരുമുളകിന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലും മഴയും എല്ലാം കൊള്ളണം, എന്നാൽ മാത്രമേ കുരുമുളക് നന്നായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. കനലിൽ പെട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ല വലിയൊരു മട്ടി വേണം. ആ മട്ടിയിൽ നല്ലപോലെ കുരുമുളക് ഉണ്ടാവണതാണ്. ഈ ഒരു 2 എണ്ണത്തിലുണ്ടാവണ അത്രയും കുരുമുളക് അവിടെ ഒന്നിലുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം അത് നല്ലപോലെ കനലിൽ പെട്ടതുകൊണ്ട് അതിൽ കുരുമുളകേ ഉണ്ടായില്ല. അപ്പം ഞാൻ ആ ഒരു എൻഡിലേക്ക് മാക്സിമം എനിക്ക് പറ്റാവുന്നിടത്തോളം കയറിയിട്ടോ. പിന്നെ തോന്നി എന്തെങ്കിലും സംഭവിച്ചൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചവിട്ടാൻ പറ്റില്ല. കാരണം അത്രയും നമ്മളതിലേക്ക് ജോയിൻ്റ് ചെയ്തിട്ട് ഏണി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏണിയുടെ കമ്പ് ഇങ്ങനെ അത്രയും വിട്ട് നിൽക്കണില്ല മുകളിലേക്ക്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് പറ്റുന്ന അത്രയും കയറിയിട്ട് അറുത്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതിനെ അറുത്തുള്ളൂ, അതല്ല കുറച്ചല്ല, അതിലുള്ള മാക്സിമം അർത്ഥം. അതിന് മുകളിലുള്ളത് കുറച്ച് എനിക്ക് എത്തണില്ല, അതാണ് അത് കുറച്ച് ഇറക്കാൻ പറ്റുള്ളൂ എനിക്ക്. ബാക്കി എത്തണില്ല, ഒന്നത് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇനി കയറിയിട്ട് മാക്സിമം എനിക്ക് പറ്റണ അത്രയും ഞാൻ അറുത്തു കേട്ടോ. ഇനി ബാക്കി പഴുത്ത് വിടാതെ. ഒന്നാമത് ഇത് ഞാൻ അറക്കേണ്ട ടൈം ഒരുപാട് വഴുകിപ്പോയി. എനിക്ക് അറക്കാൻ ഒഴിവ് കിട്ടാതെ ഏണി കെട്ടി വെച്ചിട്ട് തന്നെ ഒരാഴ്ചത്തോളം അതിൽ ഇരുന്നു. പിന്നെയാണ് നമ്മളിതിങ്ങനെ ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോഴാണ് കയറി അറുത്തത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കയറി. കാരണം ഇത് വീട്ടിൽ മുമ്പേ പറഞ്ഞ ഏട്ടൻ്റെ അനിയന്മാരോ ആരെങ്കിലും അവരൊക്കെ തന്നെയാണ് ഇവിടെ ഇതൊക്കെ കയറി ഇറക്കുക. കൂലിക്ക് ആളെയൊന്നും നമ്മൾ വിളിക്കാറില്ല.
കാരണം അതിന് മാത്രം കൂലിക്ക് ആളെ വിളിച്ച് കൊടുക്കാനുള്ള അത്രയൊന്നുമില്ല. ഇപ്രാവശ്യം എനിക്കിത് ഉണക്കിയിട്ട് ഒരു 3 കിലോൻ്റെ അടുത്താണ് കിട്ടിയത്. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. മുമ്പ് നിറയെ പ്ലാവുകളിൽ ഉണ്ടായിരുന്നു. ആ പ്ലാവിലൊക്കെ നമുക്ക് കുരുമുളക് ഉണ്ടായിരുന്നു നമ്മളുടെ കാലത്ത്. അപ്പോൾ അതൊക്കെ ഇവർ ഏട്ടന്മാർ ആരെങ്കിലും കയറിയിട്ട് തന്നെയായിരുന്നു അറുത്തിരുന്നത്. അങ്ങനെ നമ്മൾ ആളെ വിളിച്ചിട്ടൊന്നുമല്ല ചെയ്യുക, കാരണം ഇവരൊക്കെ തന്നെ എല്ലാം പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പിന്നെ വേറെ ഒരു ആളെ പുറത്തുനിന്ന് വിളിക്കാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആ ഒരു ശീലം, ഈ സാധനം കൊഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ വീഴുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു. കുറച്ച് വീഴുന്നതൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെ പെറുക്കി വെച്ചിട്ട് ഉണക്കാറുണ്ട്. ഞാനായാലും അമ്മയിലൊക്കെ രാവിലെ അവൾ പോയിട്ടും കിട്ടിയതൊക്കെ പെറുക്കി വയ്ക്കും. അങ്ങനെ ഉണക്കിയെടുത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഇത്രയും പഴുത്തു പോയി. പക്ഷെ പഴുത്ത കുരുമുളകിൽ നിന്നാണ് നമുക്ക് വൈറ്റ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റുക. അത് ഞാൻ മാറ്റി വെച്ചില്ല. എല്ലാതും ഇങ്ങനെ നമ്മൾ ചവിട്ടല്ല ചെയ്തത്. പഴുത്തതൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരിഞ്ഞെടുത്തു. അല്ലാതെ ഫുൾ പച്ചയായതാണ് ചവിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അതായത് ഒരു ചാക്കിലോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ ചവിട്ടി മെതിച്ചെടുക്കുക ചെയ്യുക. എന്നാലും നമുക്ക് ഈ ഒരു കുരുമുളകൊക്കെ ഇങ്ങനെ ഫുള്ള് ഉരിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗത്തുള്ളതൊക്കെ തിരഞ്ഞു പിടിച്ച് ഇറക്കുകയാണ്. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോവും, ഒരു ഉപകാരമില്ലാതെയാവും. അപ്പുറത്തേക്ക് എത്തുമെന്ന് നോക്കുകയാണ് ഇപ്പുറത്തെ കഴുകുന്നു. പക്ഷേ കാര്യമായിട്ട് എത്തണില്ല. അതിലും നിറയെ ഉണ്ടായിട്ടുണ്ട് കുരുമുളക്. ഇനി ഈ ഏണി നമ്മളിപ്പോൾ ഞാനിപ്പോൾ കയറിയിട്ടുള്ള ആ ഏണീനെ അപ്പുറത്തേക്ക് കെട്ടിയേക്കണം. ആദ്യം ഞാനൊന്ന് കയറിയിട്ട് നല്ല ലൂസ് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരു കയറും കൂടി എടുത്തുകൊണ്ട് അപ്പുറത്തുള്ളൊരു മരത്തിലേക്ക് കെട്ടി വെച്ചിട്ട്, കാരണം ഇതെങ്ങാനും സ്ലിപ്പായി പോയാൽ അതിൻ്റെ അപ്പുറത്ത് കറണ്ടിൻ്റെ കമ്പിയാണ്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ലേ, ഇരുമ്പിൻ്റെ ഏണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആക്കി കെട്ടി വെച്ചു. കുറേ മുളക് ഇതേപോലെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴുങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വലിച്ച് താഴെ ഇട്ടു. അങ്ങനെ നമ്മൾ കുരുമുളകൊക്കെ ഇറങ്ങുകയാണ്. ഇനി ഞാൻ അപ്പുറത്തേക്ക് കയറണമെങ്കിൽ, കാരണം കണ്ണൻ്റെ സപ്പോർട്ട് വേണം എനിക്ക്. എണീനെ എനിക്ക് മാറ്റി വെക്കാൻ കേട്ടോ. മാറ്റി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ താഴെ നിന്ന് ഒരാൾ പിടിച്ചിട്ട് മേലെ നിന്ന് മുതൽ ഇങ്ങനെ കെട്ടി വരണം. 2-3 കെട്ട് സ്ട്രോങ് ആയിട്ട് കൊടുക്കണം കേട്ടോ, സ്ലിപ്പായി പോകാതിരിക്കാൻ, വീഴാതിരിക്കാനൊക്കെ. അപ്പോൾ കുരുമുളക് അങ്ങനെ മൊത്തത്തിൽ അറുത്തെടുത്തു കേട്ടോ. ആ ഒരു 2ാമത്തെ ദിവസം അറക്കണ വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് അതൊന്നും കിട്ടിയിട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിലും നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉരിഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ പഴുത്തതൊക്കെ നമ്മൾ കൈ കൊണ്ടെടുത്തു. പച്ചയൊക്കെ ചാക്കിലിട്ട് ചവിട്ടി ഇതാക്കി എടുത്തിട്ട് ബാക്കിയൊക്കെ കൈ കൊണ്ട് തന്നെ എടുത്ത് അങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണക്കിയാൽ നമ്മൾ സാധാരണ നോർമൽ കുരുമുളകായിട്ടോ. ഇതേപോലെ നമ്മൾ ഇതിന് ഇങ്ങോട്ട് വെയിലത്തിട്ട് ഉണക്കുക. 2, 3, 4 ദിവസം ഉണക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണങ്ങിയ കുരുമുളകായി. പക്ഷേ ഇതിന് ക്വാളിറ്റി ആയുള്ള കുറച്ച് റേറ്റ് കൂടുതൽ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച വെള്ളം കൊണ്ടിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുരുമുളകിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു 3 മിനിറ്റൊക്കെ വയ്ക്കുക. 2-3 മിനിറ്റ് നമ്മൾ അങ്ങനെ വയ്ക്കുക. അതിന് ശേഷം നമ്മളൊരു കയ്യിലെന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രാണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് നാശമായി പോകും. പിന്നെ നമ്മൾ കുരുമുളക് നല്ല ഫ്രഷായി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ കുരുമുളകിലേക്ക് ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ അത് ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ളൊരു മുളകായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഉണക്കണം കേട്ടോ. ഞങ്ങൾ നേരെ കൊഴിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉണക്കി 3-4 ദിവസം ഉണക്കി കഴിഞ്ഞ് നമ്മൾ കുരുമുളക് ഉണങ്ങി. അതിനൊരു 600 രൂപ അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇതിനൊരു 100-200 രൂപയാണ് കൂടുതൽ കിട്ടുന്നതാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ കുരുമുളക് കുറേ പഴകി കഴിയുമ്പോൾ അതിലൊരു പൂപ്പൽ വരും. കുറേ ദിവസം നമ്മൾ വർഷങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ കേട്ടോ. ഈ ഒരു കുരുമുളകിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എന്താക്കി നല്ലപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് അതിൽ വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ പാറി കിടക്കുന്നതൊക്കെ നമുക്ക് അത്ര നല്ല കുരുമുളകാവില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ആ മണി ഉണ്ടാവില്ല, കുരുമുളകിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അരി അതുണ്ടാവില്ല കേട്ടോ. അത് പക്ഷേ ഇനി നമുക്ക് ഉണങ്ങിയിട്ട് ചേറി കൊഴിച്ച് കളയാം. അതിന് മാത്രം എരിവുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടാവില്ല, ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ചപ്പ് പോലെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് പൊടിച്ചിട്ട് വീട്ടിൽ യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ചേറി കളയാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് മൊത്തം ഊറ്റിയെടുത്തിട്ട് കുറച്ച് നേരം വെള്ളം ഒന്ന് പോകാൻ വേണ്ടി ഒരു കൊട്ടയിലേക്ക് ഇട്ടോ. പിന്നെ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെയിലത്ത് ഞാൻ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ തുണിയുടെ മുകളിലേക്ക് നല്ലപോലെ ഇതിങ്ങനെ കൊട്ടി വെച്ചിട്ടോ. നല്ല ചൂടുണ്ട്, കാരണം തിളച്ച വെള്ളത്തിൽ നിന്ന് കോരി എടുത്ത് കൊണ്ടുപോകല്ലേ.
അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാനത് മെല്ലെ കൈ കൊണ്ടൊക്കെ ഒന്ന് പരത്താൻ ശ്രമിച്ചു നോക്കി, പക്ഷേ കൈ നല്ല ചൂടായി പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ആദ്യം ഞാൻ കോരി എടുത്തിരുന്ന ആ കൊട്ടക്കൈയിൽ തന്നെ പോയി എടുത്തിട്ട് വന്നിട്ടാണ് പരത്തിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തുമ്പോൾ കട്ടിക്ക് പരത്തി വയ്ക്കരുത്, നല്ല കനം കുറച്ചിട്ട് 1-2 ദിവസം കനം കുറച്ച് പരത്തി വെച്ചാലാണ് നമുക്ക് വേഗം ഉണങ്ങി കിട്ടുക കേട്ടോ. ഇത് ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊന്ന് അവിടെ കൊണ്ട് പരത്തിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ പച്ചയൊക്കെ നല്ല വേഗം ഡാർക്കായി കിട്ടുക, വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട്. ഒരു 4 ദിവസമാണ് ഞാനിത് ഉണക്കിയത്. ഒരു 3 ദിവസം ആയപ്പോഴേക്കും എനിക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടി. 4-ാമത്തെ ദിവസം ഞാൻ ഒന്നും കൂടി നല്ലപോലെ വെയിലത്തിട്ട് ചൂടാക്കിയിട്ടാണ് ചേറി കുഴച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൊട്ടക്കൈയിൽ കൊണ്ടത് നല്ലപോലെ പരത്തി ആദ്യം ഒന്ന്, അപ്പോഴേക്കും കുറച്ച് ആവിയൊക്കെ പോയിട്ടോ. പിന്നെ നമുക്ക് കൈ കൊണ്ട് പരത്താൻ പറ്റുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ചൂടുണ്ടെങ്കിലും, പക്ഷേ ആദ്യത്തെ അത്ര പൊള്ളലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല കനം കുറച്ചൊന്ന് പരത്തിയിടുകയാണ് കേട്ടോ. കനം കുറച്ച് പരത്തിയിട്ടാലേ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ പറഞ്ഞില്ലേ. അപ്പോൾ നല്ലപോലെ പരത്തിയിടുക. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ നമ്മളിത് കോരി വയ്ക്കണം കേട്ടോ. കോരി എടുത്ത് വെച്ച് അടുത്ത ദിവസം അങ്ങനെ ഇടണം. അപ്പോൾ വെയിലാണ്, ഇടയ്ക്ക് വേനൽ മഴ ഉണ്ടേനും. അപ്പോൾ രാത്രി എടുത്ത് ഇത് ഉണക്കാട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ആയിട്ടോ. എല്ലാം അതൊരു ഡാർക്ക് കളറ്, ആ പച്ച പോയിട്ട് ഒരു ഡാർക്ക് കളറിലായിട്ടോ. പിന്നെ ഒരു ഇതാട്ടോ, 4-ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മളെ കുരുമുളക് അടിപൊളിയായിട്ട് ഉണങ്ങി വന്നു. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ആ വെള്ള കളർ എന്താ മുളകെന്ന് ചോദിച്ചാൽ നമ്മൾ പഴുത്ത മുളക് ഉണങ്ങിയതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ. നമ്മളിത് നേരത്തെ ഏകദേശം ഒരു പച്ചയിൽ 1-2 പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ അറക്കണം. ഞാനിത് അറക്കാൻ വൈകിയതുകൊണ്ട്, പഴുത്ത മുളകായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു, അല്ലെങ്കിൽ ഫുള്ള് ബ്ലാക്ക് കളറായിട്ടോ കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് വൈകുന്നേരമൊക്കെ അങ്ങനെ എടുത്ത് വെച്ച് ആ 1-2 ദിവസം ഉണങ്ങുന്നതിന് മുന്നേ ആയപ്പോൾ അതിൽ ആ ഒരു പഴുത്തതിൻ്റെ തോലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചേറി കൊഴിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ടൊരു ബോട്ടിലോ കവറിലോ എന്തിലേലും ആക്കി സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് മാസങ്ങളൊന്നല്ല കേട്ടോ, നമുക്ക് വർഷങ്ങൾ നമ്മൾ കുരുമുളക് ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പൂപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ നീറ്റാക്കിയിട്ട് കുരുമുളക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കഴുകി ഉണക്കി നോക്കി വെക്കും. ഒരു വർഷം അങ്ങനെ ഉണക്കി നോക്കിയാൽ പിന്നെ നമ്മൾ അതന്നെ ചെയ്യുള്ളൂ. അതേപോലെ വിപണിയിൽ കൊടുക്കാനാണെങ്കിലും മാർക്കറ്റിലേക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നമുക്ക് കൂടുതൽ വില കിട്ടണമല്ലോ നല്ലത്. ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടുമെന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല അടിപൊളി കുരുമുളകായി കിട്ടും കേട്ടോ. അതേപോലെ വൈറ്റ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഴുത്ത കുരുമുളകിനെ മാത്രം മാറ്റിയെടുക്കുക. പഴുത്ത കുരുമുളക് മാത്രം മാറ്റിയെടുത്തിട്ട് അത് ഇതേപോലെ തിളച്ച വെള്ളത്തിൽ ഇടുക. എന്നിട്ട് ഒരു കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി അതിൻ്റെ തോല് മൊത്തം കളയുക എന്നുള്ളതാണ്. ആ പഴുത്ത തോല് മുഴുവൻ കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഉണക്കിയ വൈറ്റ് പേപ്പർ ആവും കേട്ടോ. അങ്ങനെയാണ് വൈറ്റ് പേപ്പർ ഉണ്ടാക്കുക. അപ്പോൾ ഈ വർഷം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു വീട്ടാവശ്യത്തിനുള്ള കുറച്ചൊരു ബോട്ടിലാക്കി വെച്ചു. ബാക്കി മുഴുവൻ ചേറി കൊഴിച്ച് അങ്ങനെ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി കുരുമുളക് ഇവിടെ റെഡി ആയിട്ടോ. 3-4 ദിവസം കൊണ്ട് കുരുമുളക് റെഡിയായി. അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വൈറ്റ് കളർ കാണുന്നത്, അതാണ് കേട്ടോ നമ്മൾ പഴുത്തിട്ടുള്ള കുരുമുളക്. അപ്പോൾ ഞാനത് എന്തായാലും ഇപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിലിട്ടല്ലോ, അതുണ്ടോ ആ തോലൊക്കെ പോയിട്ടാണ് കേട്ടോ. തോല് ഈ എടുത്ത് വെക്കുമ്പോഴും ആ ചൂടുവെള്ളത്തിലിട്ടതിൻ്റെ ഒരു ഇതായിട്ടാണ് തോല് പോയത്. ആ ഒരു പച്ച മാത്രമാണെങ്കിൽ ഫുള്ള് ബ്ലാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ആ പഴുത്തതിൻ്റെ തോലൊക്കെ പോയിട്ട് ഇങ്ങനെ മരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കളഞ്ഞു. ബാക്കി ഒക്കെ ചേറി വൃത്തിയാക്കി കുരുമുളക് ഞാനൊരു കവർ കെട്ടി വെച്ചിട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെയൊക്കെ വീട്ടാവശ്യത്തിനായിട്ട് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊരു 3 കിലോൻ്റെ 300 അങ്ങനെ ആ ഒരു 3 കിലോ ആ ഒരു വെയിറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും നമ്മൾ വിപണിയിൽ കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല നാടൻ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലതാണല്ലോ, നമ്മൾ അത്രയും ക്വാളിറ്റിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുളകാണല്ലോ. അപ്പോൾ അങ്ങനെ നാടൻ ശുദ്ധമായ കുരുമുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുരുമുളക് വേണ്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.